ഹേയ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് എന്ന് പറയുന്ന കിഡിലൻ ജാപ്പനീസ് നെറ്റ്ഫ്ലിക്സ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 അഞ്ചാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് പോകാം. 雷の呼吸一の型霹靂一閃 എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലുബുവിൻ്റെ ആത്മാവാണെങ്കിൽ അവിടുന്ന് പൊട്ടിപ്പോകുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ബ്രൂൺ ആണെങ്കിൽ അടുത്ത ഫൈറ്റർ ആരാണെന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഒരാളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ബ്രൂൺ ആണെങ്കിൽ അയാളെ സെലക്ട് ചെയ്യുന്നു. ഇയാളാണ് ഇനി അടുത്തുള്ള റൗണ്ട് 2 മാൻകൈൻഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോണത്. അയാൾ ആരാന്ന് വെച്ച് നോക്കുവാണെങ്കിൽ അയാളുടെ പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അയാളുടെ ഫോട്ടോ മാത്രം ജസ്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ കണ്ട് ഗോൾ വരെ ഞെട്ടിപ്പോകുന്നുണ്ട്, കാരണം അയാളാണോ എന്ന്. ഇനി കാണിക്കുന്നത് വാൽഹാല അരേനയാണ്. അരേനയിൽ എല്ലാ മനുഷ്യന്മാരും അടുത്ത ഫൈറ്റിന്, എല്ലാ മനുഷ്യന്മാരും മാത്രമല്ല ദൈവങ്ങളും അടുത്ത ഫൈറ്റിനായി കാത്തിരിക്കുന്നു. ഈ സമയം നമ്മുടെ കമൻട്രി പറയുന്നവൻ നടുക്ക് വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ദൈവങ്ങളും മനുഷ്യനും തമ്മിലുള്ള റാഗ്നറോക്കിൽ ഇനി വരാൻ പോകുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞ് അവൻ വാതിലിന് നേരെ കാണിക്കുമ്പോഴാണ് വാതിൽ തുറക്കുന്നില്ല. പകരം താഴെ മാത്രമേ സ്ക്വയർ ഷേപ്പിലൊരു ഹോൾ വരെ വന്ന് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ഒരു വലിയൊരു തൂണ് മുകളിലേക്ക് പൊങ്ങിപ്പോവാണ്. വലിയൊരു തൂണാണ് അത് മുകളിലേക്ക് പൊങ്ങിപ്പോണത്. അത് നമ്മുടെ അരേനയുടെ മുകളിലേക്ക് വരെ പൊങ്ങിപ്പോകുന്നുണ്ട്. അരേനയുടെ മുകളിൽ കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്കും അത് പൊങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അതാണെങ്കിൽ നിൽക്കാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പകുതി വെച്ച സാധനം നിൽക്കുവാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മുടെ ഫൈറ്ററായിട്ടുള്ള മാൻകൈൻഡിൽ നിന്നുള്ള ഫൈറ്ററാണെങ്കിൽ മാസമായിട്ടിരിക്കുന്നുണ്ട്. പയ്യെ പയ്യെ പുകയൊക്കെ മാറി തുടങ്ങുമ്പോഴേക്കും താഴത്തെ സീനാണ് കാണിക്കുന്നത്. താഴത്തെ സീനിലാണെങ്കിൽ കുറേ മൃഗങ്ങളാണെങ്കിൽ അവിടെ ഓടി വന്ന് നിൽക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവൻ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നുണ്ട്. അവൻ ആരാന്ന് നോക്കുകയാണെങ്കിൽ അതിപ്പോഴും നമുക്ക് കാണിക്കുന്നില്ല. അങ്ങനെ അവൻ താഴെ വന്ന് ലാൻഡ് ആവുകയുണ്ട്. അതും മാസമായിട്ട് തന്നെ. അവനെ കണ്ടപ്പോൾ അവിടെ വാൽഹാലയിൽ വരുന്ന ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഇതവനാണോ? അവനാണെങ്കിൽ ഇത് പൊളിക്കും എന്ന് പറയുന്നുണ്ട്. മാൻകൈൻഡിൻ്റെ തന്നെ അച്ഛനാണ് അവിടെ വന്നിരിക്കുന്നത്, മനീഷ് അച്ഛൻ. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു ആപ്പിൾ താഴത്തേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ആ ഫൈറ്ററാണെങ്കിൽ ആ ആപ്പിൾ കൈ കൊണ്ട് പിടിക്കുകയാണ്. ഇപ്പോഴും കമൻട്രി പറയുന്നുണ്ട്, അവൻ ആരാന്ന് നിങ്ങൾക്കറിയോ? അവനാണ് ഹ്യൂമൻ്റെ ഒക്കെ അച്ഛൻ, ഹ്യൂമൻ്റെ ഒക്കെ ഉണ്ടാവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞ് എല്ലാവരും അവന് സല്യൂട്ടും കുറേ പേര് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ പേരാണ് ആഡോം. അപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബൈബിൾ വായിച്ചവർക്ക് അറിയാമായിരിക്കും. ആഡമാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ആഡത്തിനെ കാണിക്കുന്നുണ്ട്. ആഡാണെങ്കിൽ ഒരുമാതിരി ലുക്കിലാണ് ആപ്പിളും കടിച്ചു പിടിച്ചിരിക്കുന്നത്. ആഡം മാനത്തേക്ക് നോക്കുന്നുണ്ട്. അവൻ നേരെ നോക്കുന്നൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ കമൻട്രി പറയുന്നുണ്ട്, ഇനി ഇവനല്ല, ഇനി അടുത്ത ആൾ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ഡോറ് തുറക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ വരുന്നില്ല. പെട്ടെന്നാണ് ഒരു വയലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അതിമനോഹരമായ ആ ഒരു ശബ്ദം ആ ഒരു അരേന മൊത്തം പരക്കുന്നുണ്ട്. അരേനയിൽ ചുറ്റും പരക്കുന്ന എല്ലാവരും സൈലൻ്റ് ആവുന്ന. പെട്ടെന്ന് ഒരാളാണ് പാൻറ്റൊക്കെ ഇട്ട് പാൻറ്റും കോട്ട് സൂട്ടൊക്കെ ഇട്ട് പാട്ടും പാടി അങ്ങോട്ട് വരുന്നത്. അവനാണ് ഹെർമീസ് ഒരു വയലിൻ വായിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അതൊരു കിടുലുക്കിലാണ് അങ്ങോട്ട് വരുന്നത്. എന്ത്, അടുത്തപ്പം ഹെർമീസാണോ വരുന്നത് ഇനി ഫൈറ്റ് ചെയ്യാൻ എന്നും പറഞ്ഞ് നമ്മുടെ ഗോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കമൻട്രി പറയുന്നുണ്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹെർമീസ് അല്ല സ്യൂസ് ആണ് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ സ്യൂസ് ഫൈറ്റ് ചെയ്യാൻ വരുന്നത് അറിഞ്ഞിട്ട് ഗോളാണെങ്കിൽ ആകെ കണ്ട് പേടിച്ചു പോവാണ്. കാരണം സ്യൂസ് ഈസ് എ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. സ്യൂസ് ആണെങ്കിൽ ഹെർമീസിൻ്റെ താളത്തിന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെർമീസ് അടുത്തൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. കുറേ വയലിൻസ് അങ്ങനെ സമൺ ചെയ്തിട്ട് അതിനെ ഒറ്റ ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു സോങ് ചൊല്ലുന്നു. അപ്പോൾ കമൻട്രി പറയുന്നുണ്ട്, ഇതാ സോങ് അല്ലേന്ന്. അപ്പോൾ ഹെർമീസ് ആണെങ്കിൽ നല്ല ഈണത്തിൽ അവിടെ വായിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ റിലിക്സ് സബ് ടൈറ്റിലായിട്ട് താഴെ കാണിക്കുന്നുണ്ട്. ഒരു മാസീവ് ലുക്കിലാണ് ഹെർമീസ് നിൽക്കുന്നത്. ഈ ഹെർമീസിൻ്റെ ലുക്ക് കൊണ്ട് എനിക്കൊരു ഇഷ്ടപ്പെടുന്നു. ഞാൻ ആടത്തിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച് കളഞ്ഞാൽ ബ്രൂൺ ഹിൽഡിക്ക് എന്നെ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും. എനിക്ക് ബ്രൂണിനെ മാത്രം മതി, എനിക്ക് വേറെ ആരും വേണ്ട, ഞാൻ ആടത്തിനെ തോപ്പിക്കും എന്നും പറഞ്ഞാണ് നമ്മുടെ ഹെർമീസ് നിൽക്കുന്നത്. എല്ലാ ദൈവങ്ങളും GFOC എന്നും പറഞ്ഞ് ചീറപ്പിയാണ്. GFOC എന്ന് വിളിക്കുന്നത് തന്നെ നമ്മുടെ സ്യൂസിനെയാണ്. പെട്ടെന്ന് സ്യൂസ് കാലൊക്കെ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്ത് മസിലാക്കുവാണ്. ബോഡി അങ്ങനെ തന്നെ അങ്ങോട്ട് മസിലാക്കുവാണ്. നമ്മൾ ആ നേരത്തെ കണ്ട കളവനല്ല ഇപ്പോഴത്തെ സ്യൂസ് ബ്രൂണിന് വേണ്ടി ജീവൻ വരെ കൊടുക്കും. അങ്ങനെ ദൈവങ്ങളുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് സ്യൂസ്.
അങ്ങനെ സ്യൂസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കമൻഡർ പറയുന്നുണ്ട് സ്യൂ 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 സ്യൂസ് സ്യൂ 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 സ്യൂസ് സ്യൂ 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 സ്യൂസ് സ്യൂസ് ഫൈറ്റ് ചെയ്യാൻ വന്ന കാരണം തന്നെ അവിടെ ഫുള്ള് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ബൈ. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഞാനൊരു പോഡ്കാസ്റ്റ് ഇടും, അത് കേട്ടിട്ട് എല്ലാവരും ഒന്ന് കയറി കാണാമെന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.